एवरीवन, वेलकम बैक टू आवर चैनल जिसका नाम है वाइट चेक। कैसे हैं आप लोग? आई होप सब अच्छे होंगे। तो जैसा कि आप लोगों के साथ हम लोग मलयालम मूवी प्रेमम देख रहे थे पार्ट वाइज, जिसमें से फर्स्ट पार्ट हम लोगों ने आपके साथ देख लिया था। बेसिक इंट्रोडक्शन हो गया था, मूवी का थीम पता चल गया था और इसमें निवीन पॉली का इंट्रो सीन भी आ चुका था जो कि बहुत ही कमाल का लग रहा था। सो आज पार्ट 2 देखते हैं आपके साथ। हाँ, फर्स्ट पार्ट तो बहुत ही ऐसा रिफ्रेशिंग और बहुत अच्छा लग रहा था देख के, और निवीन पॉले को इस ऐसे टीनेज लुक में देख के बहुत मज़ा आया, क्योंकि इससे पहले हमने सर्वम माया देखी जिसमें एक मैच्योर कैरेक्टर उन्होंने प्ले किया था। सो ये थोड़ा सा हमारे लिए बहुत ही ज़्यादा, मतलब थोड़ा टाइम लगा हम लोगों को 5-10 मिनट उनको ऐसे मतलब डाइजेस्ट करने में कि ये इनका लुक ऐसे ही रहा है अभी के लिए। सो चलिए फिर पार्ट 2 देखते हैं कि आगे उन्होंने क्या किया, उनको फ़ोन किया कि नहीं किया। सो आइए चलिए पार्ट 2 देख लेते हैं, फिर इसके बारे में आपसे बात करेंगे। चलिए फिर शुरू करें। अपने रूम तक लेके गए हैं, कॉल नहीं किया कि ये कट कर दिए। അയ്യോ അവളുടെ വീട്ടിൽ ഓൾറെഡി ഇല്ലേ? कॉल बैक भी ना है इसलिए। എന്താടാ നിന്റെ മുഖത്ത് പറ്റിയത്? കൊതുക് കടിച്ച ഇത്രയും പേർക്കും ഒരു കൊതുക് കടിച്ചപ്പോ അടിച്ചപ്പോ പറ്റിയതാ. കൊതുക് ഉണ്ണിച്ചേട്ടോ, ഇവിടെ പൂവാല ശല്യം വളരെ ये वही है क्या उनके पापा मारे हैं? എടുക്കുമായിരിക്കുമല്ലേ? ആരെങ്കിലും എടുക്കും. फोन लगा रहे हैं अब क्या? अरे सही में दोस्त भी है बगल में। अच्छा वो था। ये अपना मैगजीन का भी ഹലോ ഹലോ ആരാ? മേരി ഉണ്ടോ? മേരി ഉണ്ടല്ലോ. ആരാ സംസാരിക്കുന്നേ? ഞാൻ ജോർജാണ്. ജോർജോ? ഏത് ജോർജ്? ജോർജ് എൻ്റെ വീട്ടിൽ കോളർ ഐ ഡി ഒക്കെ ഉള്ളതാ. നീ ഏതാ? അയ്യോ, ഞാൻ ട്യൂഷൻ ക്ലാസ് പഠിക്കുന്നതാണ്. ജോർജ് ഡേവിഡ്സൺ ആണ്. ഡേവിഡ്സൺ ഡേവിഡ്സൺ അല്ല, ഡേവിഡിന്റെ മകനാണ്. കളപ്പറമ്പത്ത്, ഡേവിഡ് കളപ്പറമ്പത്ത്. ഡേവിഡ് കളപ്പറമ്പത്ത്. ഓ, നീ പണ്ട് പുറത്തൊക്കെ ആയിരുന്നില്ലേ? ആ അതെ അതെ. എന്തുണ്ട് വിശേഷം? എന്താ ഡൗട്ടാണോ? ഡൗട്ട് വന്നിട്ട് കെമിസ്ട്രിയിൽ ഡൗട്ട്. ആഹാ, എന്താ ഡൗട്ട്? കേക്കട്ടെ. ഓർഗാനിക് കെമിസ്ട്രി ആണോ? यही सॉल्व कर देंगे क्या पूरा? കെമിസ്ട്രി അല്ല, ഫിസിക്സ്. മേരി, ആ ദേ ഒരു കോൾ ഉണ്ട് എനിക്ക്. अरे क्या मस्त एक्सप्रेशन दे रहे हैं। ഹലോ. ഹലോ മേരി, ആ അതെ, ആരാ? ഞാൻ ജോർജാണ്. ജോർജോ? ഏത് ജോർജ്? ഈ മേരി ക്ലാസ്സിൽ പോണ സമയത്ത് ഗോബസ്റ്റിൽ 3 കളർ ഡ്രസ് ചെക്കന്മാരെ കാണാറില്ല. അതിന്റെ ഏറ്റവും ഭംഗിയുള്ളതാണ്. ഹലോ, ഞാൻ നാളെ അക്കുടേറ്റ് പാലത്തിന് മുകളിൽ നിന്ന് കാണട്ടെ? വേണ്ട. എന്തായി? അതിൻ്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. അതിന്റെ അർത്ഥം അതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയായിരിക്കും. ഒന്ന് പറ. കാണാൻ വരണ്ടെന്നായിരിക്കും. ആ, അതിനല്ലേ ഞാനും പറഞ്ഞു. അല്ല, അല്ലെങ്കിൽ ശരിയാണെങ്കിൽ ഞാൻ വരുന്നുണ്ട് നാളെ. താൻ പോണു. എടാ, ഒരു ഐഡിയ. എന്താണ്? അവളുടെ അപ്പന്റെ പേര് ജോർജ്, എന്റെ പേരും ജോർജ്. അപ്പൊ ഇനീഷ്യൽ മാറ്റേണ്ട ആവശ്യം സംഭവം കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ ഇതൊക്കെ പറയാൻ പറയും. എന്തിനു പഠിക്കാം? ഞാൻ പറയും. അതെ, വേഗം പറയണം കേട്ടോ. അവളുടെ അപ്പം ശംഭു, നീ ഫ്രണ്ടിലോക്ക്, ഞാൻ ബാക്കിലോക്കാം. ഇതാരീ മനുഷ്യരുടെ കിട്ടും. अच्छा ये ओ റാസൽ ഖൈമയിലെ വലിയ വീട്. ഓക്കെ. ये बाहर सुन रहे हैं। ബിസിനസ്സാണ് ജീവിതത്തിൽ വലുതെന്ന് വിശ്വസിച്ച് നടക്കുന്ന പപ്പ. നൈറ്റ് പാർട്ടിയും ഡാൻസുമായി നടക്കുന്ന ഒരു മമ്മ. ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഷാർജയിലെ ബോർഡിംഗ് സ്കൂളിലെ അറബി പിള്ളേരായിരുന്നു. ഇല്ല, റാസൽ ഖൈമയിലെ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. ഏത് രാജകുമാരൻ ചേട്ടാ? നീ മിണ്ടായിരുക്ക?
ദസ്തഖീൻ അബസ്തമീൻ അബദദ വല്ലബസ്സത്താറ മുഖ്താറ ഹബറ ഷറാമീത. ഇതെന്താണ് പറയണത്? അറിയാൻ തോന്നുന്നുണ്ട് വൽമാന ദസ്തയോവസ്കി എന്നാണ് എൻ്റെ ഫ്രണ്ട്സ് അറബിക് കൂട്ടുകാർ. ചേട്ടാ സച്ചിൻ ടെണ്ടുൽക്കർ. എടാ ഗിരിരാജൻ കൂടി നീയാണാ? നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോണേ. വാ, നീ മാറി. പോയി ക്രിക്കറ്റ് കളിക്കാൻ പോടാ. ആ വിട്ടു പോ, പോയി സിക്സ് അടിച്ചിട്ട് വാ. പോ. ആ പോ. എടാ ജോർജ്, സെന്റ് മേരീസിലെ ടൂർണമെന്റ് പോട്ടെ. പിന്നെ കാണാം. ബാറ്റ് നമ്മൾ എവിടെ നിർത്തിയ? ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ അറബി ഫ്രണ്ട്സ് അപ്പോൾ എന്നോട് ചോദിച്ചു, പകച്ചു പോയി എൻ്റെ ബാല്യം. പോകുമ്പോ ആ സ്നേഹം കിട്ടാതെ വിതുമ്പി നിന്ന ഞാൻ അതിനായി ഇറങ്ങി ഓടി. ഒടുവിൽ ഞാൻ നിന്നെ കണ്ടെത്തി ജാൻസി. ഓ സോറി, ഐ ലവ് യു. ഓടുന്നൊന്ന് പറഞ്ഞു ഓടറാ. താനേതാ? താനേതാ? ഏതോ ഞാനല്ലടാ നിന്നോട് ചോദിച്ചത്, നീ ഏതാന്ന്? ഇത് ഏത് ഈ അലവലാദികൾ പാലം വഴി വന്നെ കംപ്ലീറ്റ്. ഏതാ നീ? താനെന്തിനാ ക്ലാസ്സൂരിനെ? ഏ? ക്ലാസ്സൂരിനെ എന്തിനു? ഏതാ നീന്ന്? ഏതാണ്ട നീ? ഞാനാ? ഞാൻ ക്രിക്കറ്റ് ഇതൊക്കെ ചോദിക്കാൻ താരാണോ? നിനക്ക് മോളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കണോടാ. എനിക്കൊരു കാര്യം മനസ്സിലാടാ. നിനക്കേ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ആ ബുൾഡോഗ് വന്നപ്പോ നീ ഒക്കെ അവിടെ ഇട്ടിട്ട് ഓടി. ഓ ഇതൊക്കെ പറഞ്ഞിട്ടാണോ? അറിഞ്ഞൂടെ പുള്ളിനെ കണ്ടോട് ഓടണം. എടാ, എടാ ഞാൻ കണ്ടില്ല അയാളെ. ആ നോക്കണം. बुलडॉग किसे कह रहा है? ആദ്യം കത്തൂർ ചെന്നപ്പം ആ കൊളക്കോഴി ഉണ്ടായിരുന്നു. പിന്നെ ഏതാണ് മഞ്ഞ ഷർട്ടായിട്ട് അറബിയൊക്കെ പറഞ്ഞിട്ടല്ലോ. അവൻ ഏതാണ്? അവനേതാ? അവനൊക്കെ ഉണ്ടായത് നന്നായി, ഇല്ലെങ്കിൽ കാണായിരുന്നു. എന്താണ്? പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഈ നാട്ടിലെ കംപ്ലീറ്റ് അമ്പളാരി എന്ത് കണ്ടിട്ടാണ് അവളുടെ പുറകടക്കുന്നത്? അങ്ങനെ തേനീച്ച കൂടുതലാണ് മുടിയിരിക്കുന്നത്. ഷീസ് ബ്യൂട്ടിഫുൾ. എടാ എനിക്കൊരു ഐഡിയ. നമുക്ക് അവളുടെ വീട്ടിൽ മറ്റേ പത്രം ആളെ പിടിച്ചാലോ? എന്നിട്ട് പത്രത്തിനിടെ ഒരു ലെറ്ററും കാർഡും ഒരു റോസാപ്പൂവും വെച്ചു കൊടുക്കാം. ഒരു ചെടിച്ചെടിയും വെച്ചെടുക്കാം. എടാ അതെങ്ങാനും ബുൾഡോഗിന്റെ കൈ കിട്ടിയാലോ? ഒരു കോപ്പ് നടക്കണല്ലോ ദൈവമേ. നീ ഒന്ന് പയ്യെ പറയണ്ട ജോർജ്. മാത്രമേ ഇല്ലാത്തത്. നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. താനേ എല്ലാത്തിനും ഇങ്ങനെ ഉടക്ക പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്തെങ്കിലും ഒരു നല്ല ഐഡിയ പറയുമ്പോൾ വേറെ ആരെടുത്ത് പോയി പറയൂ? ഇതൊക്കെ നമ്മളല്ലേ ഉള്ളൂ. എന്നാ ആലോചിക്കും. ആലോചിക്കണം. ഒരു ഐഡിയ ഉണ്ട്. നിക്ക് വരണു 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 വരണു. ഓട് ഓട് സിബു, ഇത് ആരോട് പെഞ്ചോട് കൊണ്ടുവിട്ടെ. കടയൊക്കെ തല്ലി പൊളിക്കല്ലോ വിനോദകുമാരെ കൂടി. എനിക്കറിയില്ല, നിങ്ങളല്ലേ പിടിച്ച് അകത്ത് കയറ്റി, നിങ്ങളെല്ലാം പിടിച്ച് പുറത്താക്കും. മതിയുടെ മതി. ബൈ 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 ബൈ. यहाँ ट्यूशन पढ़. മേരി അച്ഛനെ കണ്ണിടിച്ച് പഴിപ്പിച്ചു വിടാൻ. മേരി എനിക്കൊരു കാര്യം എന്താ കാര്യം? അല്ല മേരിയോട് പറഞ്ഞോളാം. അല്ല മേരി എന്താന്ന് മേരി ഞാൻ തുറന്നുതരാം. മേരി +2ലാണ്. മേരി ഒരു കാര്യം. മേരി ടയറിന്റെ കാറ്റ് കുറവാണ്ടോ? അടിച്ചോളാം, വഴിന്ന് അടിച്ചോളാം. മേരി ഒരു കാര്യം പറയാണ്ട്. പറഞ്ഞോളൂ. മേരി നമുക്ക് വീട്ടിൽ പോവാം, എന്നിട്ട് ഹോംവർക്ക് ഒന്ന് മാറി നിൽക്കാൻ വണ്ടി ഇരിച്ചു കൊടുക്കട്ടെ. ഏറ്റവും ഞാൻ സഹായിക്കാൻ വേണം. സോറിടാ. ഞാൻ വേണം സഹായിക്കട്ടെ. അല്ല നീ നിന്റെ സൈക്കിൾ എടുക്കണം. അല്ല മേരി मेरे ख्वाबों में तो നിന്നെയൊക്കെ നല്ല പ്രായത്തിൽ പിടിച്ച് കെട്ടിച്ചിരുന്നെങ്കിലേ ഇപ്പൊ പിള്ളേർക്കൂടെ പെരുത്ത് കളിക്കില്ല. ഉണ്ണിച്ചേട്ടാ 3 സാർ എടാ സോഡയാണോ വെള്ളമാണോ? വെള്ളം മതി. വെള്ളം വെള്ളം. കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇനി ഒറ്റ വഴി പള്ളിയിൽ പോണം. പള്ളിയില്ല, പിന്നെ വേറെ പണിയില്ല. പണിക്ക് പോണില്ല. പിന്നെ എടാ കുർബാനയ്ക്ക് പള്ളി പോണ കാര്യമല്ല പറഞ്ഞ. അവള് പള്ളിയിൽ വരില്ലേ? അവളുടെ കാര്യം അവതരിക്കും പള്ളിയിൽ. അവിടെ ആദ്യം വെച്ച് കണ്ടത്. ആ ഐഡിയ ഉള്ള. ഓ അതായത് കസ്കസ് ഇല്ലേ? ഉണ്ടല്ലോ. വേണോ? എന്താണ് ഈ കസ്കസിലോട്? എടാ കസ്കസ് ഇട്ട് ഞാൻ ഭയങ്കര കൂളാവും. ഈ കൊന്ത പള്ളിയൊക്കെ നല്ല ഐഡിയ ആണ്. പക്ഷേ നീ പോകുമ്പോ നീ ആയിട്ട് പോകണ്ട. ഞാനായിട്ട് പോണ്ട. എന്നാടാ ശംഭു? അതായത് നിന്റെ ഇപ്പൊ ഈ ഒരു എനിക്ക് നമ്മൾ ഒരുമിച്ചല്ലേ പോകും.
അതല്ലാന്ന് ഇവന്റെ ഇപ്പൊ തീവരുത്. അതല്ലാതെ പള്ളിയിൽ പോകുന്ന പഠിക്കുന്ന ഒരു പാവം പയ്യനായിട്ട് പോയാലേ ഇതൊക്കെ നടക്കുള്ളൂ. പോകുമ്പോൾ ഒരു ഇംഗ്ലീഷ് ലെറ്റർ കൂടി ചെയ്തിട്ട് പോയാലോ? വേണ്ടല്ലേ? എനിക്കും വേണം കസ്കസ്. ये रियल लग रहा था. പള്ളി पहले एक ट्राई करता है दोस्त के साथ. അപ്പനും അമ്മയ്ക്കുണ്ടോ? പള്ളി വേണ്ട എനിക്ക് വൈകിട്ട് പോകണം. अच्छा जगह सोच रहे हैं कहाँ पर. सारी पॉसिबिलिटीज डिस्कस कर ले रहे हैं. എടാ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. Oh, idea house. പാലത്തിൽ പോയ തന്ത, പള്ളി പോയ തന്ത, വീട്ടിലേക്ക് ഫോൺ വിളിച്ചാ തന്ത. എവിടെ പോയാലും തന്ത തന്ത തന്ത. നമുക്ക് നീന്താം. എടാ ഒരു ഐഡിയ. अरे यार ये ഇത് നമുക്ക് വീട്ടിൽ കൃഷിയാവല്ല. ആ എന്നിട്ട് 1 കിലോ കൊക്കയിട്ട് പോലെ അവളുടെ വീട്ടിലേക്ക്. ഇതിനാണ് കൊക്കോള ഉണ്ടാക്കണേ. ഇതിനാണോ കൊക്കോള ഉണ്ടാക്കുന്നത്? വീണ്ടും ജ്യൂസ് ആയിരിക്കും. एक्सप्रेशन അത് പറ്റും. ഇവന്റെ അടിക്ക് കണ്ടില്ല ഞാൻ. ഒറ്റ ഒന്നും ഇവന്റെ അടിക്ക് കണ്ടില്ലടത്. നീ ഇപ്പൊ ഇത് കാണ്. ഇവിടുത്തെ ക്യാസറ്റ് വെച്ചപ്പോ അവന്റെ ഐഡിയ കാണാനും പറ്റില്ല. അപ്പം यार ये വേണ്ട വേണ്ട കയ്യും കാലും. यार ये तीनों के എന്നാ പിന്നെ വേറെ ഐഡിയ വരട്ടെ. തൂവാനത്തെ ഡയലോഗ് പറഞ്ഞാലോ? ഓക്കെ പറയും. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്നേരാ പറയാം. അവിടെ എടാ നമുക്ക് ഓർക്കം മുതിർത്തു. നമുക്ക് Movie के dialogue. വർക്കം മുന്തിരിത്തപ്പല്ലേ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്നേരാ പറയാം. അവിടെ മുന്തിരിവള്ളികൾ പൂത്തുവെന്നും. വേണ്ട 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 ഇതൊന്നും വേണ്ട. എടാ നീ ഇതായിട്ട് പറ, സിമ്പിൾ ആയിട്ട് പറ. സീരിയസ് ആയിട്ട് പറയല്ലേ? മേരി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. इतना डायरेक्ट എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഇതാണ് അവരെ കുറയില്ല. ഇതൊന്നും വേണ്ട. സാധാരണ രീതി പറ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയട്ടെ. മേരി, എനിക്ക് നിന്നെ നീ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയാം. മതി, അത്ര മതി. ഇതുപോലെ ഇത് മതി. യോ അവള് अरे ये भी थोड़ा थोड़ा मतलब से स्माइल वगैरह देती है. वो उधर कोचिंग के बाहर ही लेकिन थोड़ा इग्नोर कर दिया था. ജോർജ്? ആ ജോർജ്. ഏത് ജോർജ്? ഹായ്, തന്റെ പേരും ജോർജ് എന്നാണോ? ആ എൻ്റെ പേരും ജോർജ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കാം. ഓ ഹോളി സ്പിരിറ്റ്. ഹോളി ഓ സ്പിരിറ്റ്. ഓക്കെ, ഞാൻ SBIയിലാണ്. ഓ ബാങ്കിലാണോ? അല്ല, അല്ല, സ്കൂള്. ഓ സ്കൂൾ. ഓക്കെ, വേറെ സ്കൂൾ. ഞാൻ ജോർജിനെ കാണാതിരിക്കായിരുന്നു. ആണോ? ആ. എന്ത്? അന്ന് വീട്ടിലേക്ക് വിളിച്ചില്ലേ? ആ. പപ്പയ്ക്ക് ജോർജിനെ വിശ്വാസമാണെന്ന് തോന്നുന്നു. अरे वाह. പിന്നെ കോൾ റേഡിയോ ഉള്ളതുകൊണ്ട് ഇവനെന്തായാലും എറണാകുളത്തുനിന്ന് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ നിന്നൊന്ന് ഫോൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്? ഞങ്ങളൊക്കെ വീട്ടിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും. വിളിക്കാൻ ബുദ്ധിമുട്ടാണ്. വേറെ വഴി ആലോചിക്കണായിരിക്കും നല്ലത്. ജോർജ്, കുഴപ്പമില്ല. എന്തോ കുഴപ്പമില്ല. ശരിക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഇല്ല. താങ്ക് യു സോ മച്ച് ജോർജ്. ഞാൻ മേരിയോട് എപ്പോഴും പറയും, മേരിയുടെ ഫാദറിന്റെ പേരും ജോർജ്, എൻ്റെ പേരും ജോർജ്. കല്യാണം കഴിഞ്ഞാലും പേര് മാറ്റണ്ടല്ലോ. डायलॉग അപ്പൊ ശരി, കാണാം. जो ये बोलना चाहते थे किसी और ने बोल दिया. और നീ എന്താണ് സംഭവിച്ചത്? दोस्त कितने वही वाला क्यों किया? ഇങ്ങനെ എങ്ങനെയെങ്കിലും കൊണ്ടേ കൊടുക്കും. മാറിക്ക്. മാറാമോ? വന്നെങ്കിൽ മാറും. Come here. अरे यार क्यों हंस रहे हैं? हंसे पूरे टाइम. नहीं हंसना नहीं है हमें. दोस्तों की वजह से ना.
यार ये तो यार बुरा लग रहा है। निविन पॉली को नहीं देख सकते अरे यार हाँ ठीक था। मन में तुम्हारा मार दे। सो यार आई नो सैड सॉन्ग बट हम कुछ नहीं कर पा रहे, सॉरी यार। आप थोड़ा सा फील आ रहा है नहीं यार, हार्ट ब्रेक हो गया है ठीक है। उनको ख्याल करके जाना है। ओह लाइन क्या इधर ഇച്ചിരി കട്ടിയാണ്ടാ दीवार की तरफ फर्स्ट पार्ट में इनको प्यार हुआ, सेकंड पार्ट आते आते इनका हार्ट ब्रेक भी हो गया यार वो। लेकिन मतलब यूजुअली हार्ट ब्रेक पर इमोशनल तो होते ही हैं, और जैसे जैसे सॉन्ग आगे बढ़ रहा था वाकई थोड़ा इमोशनल कनेक्ट हो रहे थे, फील कर रहे थे। लेकिन पहले पता है क्या क्यों हंसी आ रही थी, वो जिस तरह से दिल टूटे हुए आशिक की तरह रो रहे हैं और जो दोस्त पीछे से हरकत कर रहे हैं उन दोस्तों की वजह से, वो जो फोन पे बात कर रहे हैं जो दूसरे वाले जॉर्ज आ गए, वो जब बैट से पीछे मारने की कोशिश कर रहे हैं, वो सब बहुत ही जेन्युइन रिएक्शन है। और एक सीन बहुत ही अच्छा था जहाँ पर ब्रिज पर ये प्रैक्टिस कर रहे थे कि किस तरह से उन्हें प्रपोज करना है, कभी फिल्मी डायलॉग के साथ। तो वो बोलता है कि बहुत ही शॉर्ट और सिंपल रखो, तो डायरेक्टली आई लव यू बोल रहे हैं। सो वो बहुत ही कमाल का सीक्वेंस था। और जो बार बार जब प्रपोज करने का आइडिया सोच रहे हैं तो एक दोस्त बोलता है आइडिया आया, वो वाला सीन मतलब इतना रियलिस्टिक लग रहा है। और ये है कि टीनेज पे इनका जो प्यार था, जिस प्यार को पहले प्यार को दिखाया गया है, वो अधूरा रह गया था, वो किसी और को पसंद कर रही हैं। लेकिन बहुत ही कमाल का लग रहा है, मतलब ऑल टाइम पहले पार्ट में भी और दूसरे पार्ट में भी ये स्माइल रुकी नहीं, यहाँ तक पूरा पेट हो गया। बहुत ही कमाल का लग रहा है। निविन पॉली अनएक्सपेक्टेड, बहुत ही सीरियसली मतलब एक एक एक्सप्रेशन, एक एक डायलॉग, वो ऐसा लग रहा है कि वो अपने टीनेज में एक्चुअली में है, उनको कुछ एफर्ट नहीं करना पड़ रहा है, वो नेचुरल उनका आ रहा है एक एक एक्सप्रेशन, और जिस तरीके से सोच भी रहे हैं। और वो सारे फ्रेंड्स का डिस्कशन, क्या कर सकते हैं, ये आइडिया आया, वो आइडिया, मतलब सब कुछ इतना रियल लग रहा है ना, और इतना हम लोग कनेक्टेड फील कर रहे हैं, क्योंकि एक्चुअली में ऐसा होता है। और फिर वो जैसे बोला कि हम लोग नहीं आइडिया देंगे कौन देगा, हम लोग सपोर्ट नहीं करेंगे, तो एक्चुअली में फ्रेंड्स के साथ ऐसा होता है। जब आप अपने स्कूल कॉलेज लाइफ में होते हो और कोई पहले पसंद आता है, तो फिर ना फ्रेंड्स ही सपोर्ट करते हैं कि ऐसा कर ले वैसे कर ले, वही आके न्यूज़ देते हैं, वहाँ देखा उसको, उसके साथ देखा, मतलब वही आके सारी चीजें आपको बताते हैं। दोस्तों को ही भेजा जाता है, जाओ जरा पता करके आओ। तो वो सारी चीजें इतनी रियलिस्टिक रखी हैं। और वो हार्ट ब्रेक जो वहाँ पे था, उसमें इतना इनोसेंस था उस हार्ट ब्रेक में, कि वो ना उस टाइम पे वहाँ पे रखा था वो कॉमेडी जैसा थोड़ा सीन, कि बहुत ज़्यादा ना क्या बोलना था, हाँ, बहुत ज़्यादा हैवी ना फील हो जो हम वॉच कर रहे हैं, क्योंकि है एक ये टीनेज में है वो, शायद उस टाइम उनकी फीलिंग्स उनको लग रही हो कि रियल हो, लेकिन ये भी हो सकता है कि इन्फैचुएशन है, क्योंकि उस टाइम इंसान समझ नहीं पाता है कि यार ये सच में मैं उनको उतना डीपली पसंद करता हूँ कि नहीं करता हूँ। सो वो हार्ट ब्रेक को बहुत लाइटली रखा वहाँ पे, वो भी बहुत अच्छा लगा। और उसके बाद जो वो सॉन्ग में जो कॉमेडी सिचुएशन के फ्रेंड जैसे एक्ट कर रहे थे, वो थोड़ा कॉमेडी लग रहा था। फिर सॉन्ग आगे बढ़ते बढ़ते थोड़ा सा लाइंस उसकी थी कि अब जैसा भी था, पहला प्यार था, पहली पसंद थी, तो वो चली गई, फिर भी वो उनकी हेल्प कर रहे थे। सो कहीं ना कहीं उनके अंदर फीलिंग्स थी, तभी वो उनकी हेल्प भी कर रहे थे कि चलो ठीक है तुम फ़ोन कर लेना, बात कर लेना, मैं हेल्प कर दूंगा। सो वो भी एक फेज़ आते हैं जैसे लाइफ में, उस तरीके का लगा, बहुत अच्छा लगा, बहुत मज़ा आ रहा है देख के।
अगले पार्ट के लिए मैं एक्साइटेड हूँ कि आगे क्या होती है स्टोरी। सो ये पार्ट तो बहुत मज़ा आया देख के, हम लोग बहुत एंजॉय कर रहे हैं और हमें मूवी बहुत पसंद आ रही है। और निवीन पॉले, ओ माय गॉड, मतलब बहुत अच्छा लग रहा है उनको देख के, उनकी एक्टिंग बहुत अच्छी है, बहुत कमाल की है। तो ये पार्ट भी हमने बहुत एंजॉय किया। आई होप आप लोगों ने भी हमारे साथ दोबारा देख के इसे बहुत एंजॉय किया होगा। और अगर जो हमारा रिएक्शन अच्छा लगा होगा तो प्लीज़ इस वीडियो को लाइक कर दीजिएगा, हमारे चैनल को सब्सक्राइब कर दीजिएगा, बेल आइकन पे क्लिक कर दीजिएगा ताकि लेटेस्ट नोटिफिकेशन आप तक जरूर तो पहुंचे। मिलते हैं आपसे अगले वीडियो में। अगले वीडियो तक के लिए Bye. बाय।